ബിഗ് ബോസ് വീട്ടിൽ ലാലേട്ടൻ എത്തുന്ന വീക്കെൻഡ് എപ്പിസോഡുകൾക്കിടെയാണ് പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. ആരായിരിക്കും ഇന്ന് പുറത്തു പോകുന്ന മത്സരാർത്ഥി എന്നറിയാൻ പ്രേക്ഷകർക്ക് എന്നും ആകാംക്ഷയാണ്. പലരും പ്രവചനങ്ങളെല്ലാം നടത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ വരാന്തി എപ്പിസോഡിൽ വേദലക്ഷ്മി പുറത്ത് എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട്. വൈൽഡ് കാർഡായിട്ടാണ് ലക്ഷ്മി ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തുന്നത്. വേദലക്ഷ്മിയുടെ ബിഗ് ബോസ് യാത്ര അവസാനിക്കുന്നു എന്ന് വീക്കെൻഡ് എപ്പിസോഡിൽ ലക്ഷ്മി പുറത്തു പോകുമെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന അഭ്യൂഹങ്ങൾ. വേദലക്ഷ്മി പുറത്തുപോയാൽ സാബുമോൻ മാത്രമാകും വൈൽഡ് കാർഡുകളിൽ ബാക്കിയുള്ള മത്സരാർത്ഥികൾ ഉണ്ടാവുക. വേദലക്ഷ്മിയോടൊപ്പം ആര്യൻ, നവീൻ, അക്ബർ, ഷാനവാസ്, നൂറ എന്നിവരാണ് ഈ ആഴ്ച നോമിനേഷനിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. മുൻ ആഴ്ചയിലൊക്കെ ലക്ഷ്മി നോമിനേഷനിൽ ഉണ്ടായിരുന്നെങ്കിലും പുറത്തായിരുന്നില്ല. സ്വർഗ്ഗ പ്രണയത്തിൻ്റെയും LGBTQ സമൂഹത്തെയും എതിർക്കുന്ന ലക്ഷ്മിക്ക് അതുകൊണ്ട് തന്നെ ഹൗസിനുള്ളിൽ പുറത്തും വലിയ എതിർപ്പ് ശക്തം തന്നെയായിരുന്നു. എതിർപ്പ് പോലെ തന്നെ പുറത്ത് ലക്ഷ്മിക്ക് അതിനുശേഷം പിന്തുണയും ഉണ്ടായി. ആദിലയും നൂറയും അധിക്ഷേപിച്ച് സംസാരിച്ച് വേദലക്ഷ്മിയുടെ പരാമർശം വലിയ വിവാദങ്ങൾക്കിടയാവുകയും ചെയ്തിരുന്നു. വീക്ക്ലി ടാസ്കിന് ശേഷം അക്ബറുമായി തർക്കിക്കുന്നതിനിടെ ലക്ഷ്മി ഇരുവരെയും അധിക്ഷേപിച്ച് സംസാരിക്കുകയായിരുന്നു. ആദിലയ്ക്കും നൂറയ്ക്കും സമൂഹത്തിൽ ഇറങ്ങി ജീവിക്കാൻ പറ്റില്ല എന്നായിരുന്നു ലക്ഷ്മിയുടെ പരാമർശം. ജോലി ചെയ്ത് തന്നെത്താനെ നിൽക്കുന്ന രണ്ടുപേരാണെങ്കിൽ ഞാൻ ബഹുമാനിച്ചെന്നെ, അങ്ങനെയുള്ളവരല്ല ഇവർ. അക്ബറിൻ്റെ വീട്ടിലേക്ക് പോലും കയറ്റാത്തവരാണെന്നും ലക്ഷ്മി പറഞ്ഞു. ആ ആഴ്ചയിലെ വരാന്തി എപ്പിസോഡിൽ മോഹൻലാൽ ഇക്കാര്യം ചോദിക്കുകയും ചെയ്തു. ലക്ഷ്മിയെ വളരെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ലക്ഷ്മി തൻ്റെ ആ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു. എന്നാൽ പിന്നീട് വരുന്ന എപ്പിസോഡുകളിൽ ആദിലയുടെയും നൂറയുടെ ആ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയും അത് മാറ്റിപ്പറയുകയും ചെയ്തിട്ടുണ്ട്. ലക്ഷ്മി ഹരിഹരൻ എന്നാണ് വേദലക്ഷ്മിയുടെ ശരിയായ പേര്. ആർട്ടിക്കായ ജോലി ചെയ്ത ലക്ഷ്മി കുറച്ചുകാലം മാർക്കറ്റിംഗ് പ്രൊഫഷണലായും പ്രവർത്തിച്ചു. ലക്ഷ്മിയുടെ എവിക്ഷനോടൊപ്പം തന്നെ കഴിഞ്ഞ വീക്ക്ലി ടാസ്കായ പാവക്കളിയിൽ തൻ്റെ പാവം മോഷ്ടിക്കപ്പെട്ടതോടെ അക്ബർ റാങ്കിങ്ങിൽ വളരെ പിന്നോക്കം പോയിരുന്നു. പാവമോഷത്തിൽ വിഷമിച്ച് അക്ബർ കരയുകയും ചെയ്തു. ആദിലയായിരുന്നു അക്ബറിൻ്റെ പാവം മോഷ്ടിച്ചത്. അത് ആദില പിന്നീട് അക്ബറിനോട് പറയുകയും ചെയ്തു. ഈ സംഭവത്തിൽ നിന്ന് പരസ്യവിചാരണ നടത്തിയിട്ടുണ്ട്. വരാന്തി എപ്പിസോഡിൽ ലക്ഷ്മി അക്ബറിനെ വക്കീലായി പാവം മോഷ്ടിച്ചയാളെ വിചാരണ ചെയ്യാനാണ് മോഹൻലാൽ ആവശ്യപ്പെട്ടത്. നവീനോട് സത്യത്തിൽ എത്ര എണ്ണം എടുത്തു എന്ന് ലക്ഷ്മി ചോദിക്കുമ്പോൾ, നിങ്ങളെ വിശ്വസിച്ചു വരുന്ന ഒരു പ്രതിക്ക് കഴുമരം വാങ്ങിച്ചു കൊടുക്കുന്ന നിങ്ങളെപ്പോലെയുള്ള ഒരു സ്ത്രീയുടെ മുമ്പിൽ എനിക്ക് സത്യം വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്ന് നവീൻ മറുപടി നൽകുന്നു. പിന്നീട് പാവകൾ അടിച്ചുമാറ്റി എന്ന് തന്നോട് വന്ന് പറഞ്ഞു എന്ന് ആദ്യം പറഞ്ഞു. നൂറയും ഇത് ആവർത്തിക്കുന്നുണ്ട്. പിന്നീടാണ് ആദില എത്തുന്നത്. സത്യാവസ്ഥ എന്താണെന്ന് പറയാമോ എന്ന് ലക്ഷ്മി ചോദിക്കുമ്പോൾ, വക്കീലിന് ഇത് ഒരു പങ്കുണ്ടോ എന്നാണ് ഇപ്പോഴത്തെ തൻ്റെ സംശയമെന്ന് ആദില മറുപടി പറയുന്നുണ്ട്. അക്ബറിന് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് മോഹൻലാലിൻ്റെ ചോദ്യത്തിന് മൊത്തം ആ ഗെയിമിനെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു മൂവ് ആയിട്ടാണ് തനിക്ക് ഫീൽ ചെയ്തതെന്ന് അക്ബർ മറുപടി നൽകുന്നതായിട്ടും കാണാൻ സാധിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.